നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയി, നമ്മൾ ആകർഷിക്കാൻ തയ്യാറായി. പക്ഷെ ഒരു ചോദ്യം, യൂണിവേഴ്സ് നിങ്ങൾക്ക് പണം നൽകാനുള്ള അവസരങ്ങൾ അയക്കുമ്പോൾ അത് സ്വീകരിക്കാറുണ്ടോ? അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? പലപ്പോഴും നമ്മൾ ആകർഷണത്തിനായി വെറുതെ ഇരിക്കും. എന്നാൽ യൂണിവേഴ്സ് നൽകുന്ന ചെറിയ ചെറിയ ആക്ഷൻ പോയിന്റുകൾ നമ്മൾ അവഗണിക്കും. നിങ്ങൾ ചെറിയ അവസരങ്ങളോട് നോ പറയുമ്പോൾ വീക്ക് സിഗ്നലാണ് യൂണിവേഴ്സിന് കിട്ടുന്നത്. പണം ആകർഷിക്കണമെങ്കിൽ ചെറിയ ചെറിയ റിസ്കുകൾ എടുക്കാനും പുതിയ വഴികളിലേക്ക് കാലെടുത്ത് വയ്ക്കാനും നിങ്ങൾ തയ്യാറാകണം. പണം നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വരികയില്ല, അത് അവസരങ്ങളിലൂടെയാണ് ഒഴുകി വരുന്നത്. ആ അവസരങ്ങളോട് നിങ്ങൾ യെസ് പറയണം. ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വീകരിക്കാൻ തയ്യാറാക്കുകയാണ്. ചെറിയ അവസരങ്ങളോട് നിങ്ങൾ യെസ് പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു മെസ്സേജ് പോകുന്നു, ഞാൻ വലിയ വിജയങ്ങൾക്കായി തയ്യാറാകുകയാണ്. ഇതാണ് നിങ്ങളുടെ മണി മാഗ്നറ്റ് പവറിനെ ശക്തമാക്കുന്ന ആക്ഷൻ സ്റ്റെപ്പ്. ഹായ്, 21 ദിവസത്തെ മണി അട്രാക്ഷൻ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ദിവസമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ ഇന്ന് വലിയൊരു തീരുമാനമൊന്നും എടുക്കേണ്ട, പക്ഷെ ചെറിയൊരു ആക്ഷൻ എടുക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇന്നൊരു പോസിറ്റീവ് അവസരത്തോട് യെസ് പറയുക. അതൊരു പുതിയ കോൾ എടുക്കുന്നതാകാം, ഒരു മീറ്റിങ്ങിന് പോകുന്നതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ഒരു സഹായം സ്വീകരിക്കുന്നതാകാം, ഒരു പുതിയ കോണ്ടാക്ട് നമ്പർ ധൈര്യത്തോടെ ഡയൽ ചെയ്യുന്നതാകാം, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ അവസരം സ്വീകരിക്കുന്നതാകാം. ഇന്നത്തെ അഫർമേഷൻ: അവസരങ്ങൾ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഫ്ലോ ടു മീ. നിങ്ങൾ യെസ് പറയാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. കമന്റ് ചെയ്യുക, ഐ സേ യെസ്. നാളെ 10ാം ദിനത്തിൽ കാണാം. താങ്ക് യു.